Good morning. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ ആണോ പിള്ളേരെ? ഒന്ന് നോക്കിയേ ആദ്യം തന്നെ, എന്നിട്ട് നമുക്ക് ക്ലാസ് ഒന്ന് തുടങ്ങാം. ഓക്കെ ആണല്ലേ? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, നീ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാനൊരു രീതിയിൽ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ ആണ്. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ? ഫുഡൊക്കെ കഴിച്ചിട്ടില്ലേ ക്ലാസ്സിൽ കയറിയേ? യെസ്, ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇൻട്രൊഡക്ഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു വെച്ചു അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലേ? എവിടെയല്ലേ പറഞ്ഞത്? ഞാൻ കഴിച്ചു, രാവിലെ കഴിച്ചിട്ടാണ് വന്നത്. നിങ്ങൾ കഴിച്ചില്ലേ? എല്ലാവരും കഴിച്ചു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലേ നമ്മൾ തുടങ്ങിയത്? ഓക്കെ, ഫസ്റ്റ് പേജ് കഴിഞ്ഞു. ഇനി ഇമ്പോർട്ടൻസ് അല്ലേ പറയണ്ടേ? യെസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം പ്രധാനമായിട്ട് 3 വശങ്ങളിലാണ് പറയുന്നത്. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം പ്രധാനമായിട്ട് 3 വശങ്ങളിലായിട്ടാണ് വിവരിക്കുന്നത്. There are 3 സ്റ്റാർട്ട് പോയിന്റ്സ്. ഇവിടെ 3 പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് പറയുന്നത്. ഒന്നാമത് നോക്കിയേ, ഹ്യൂമൻ റിസോഴ്സിന്റെ പ്രാധാന്യം 3 രീതിയിലാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തേത് സോഷ്യൽ സിഗ്നിഫിക്കൻസ്, സാമൂഹികമായിട്ടുള്ള പ്രാധാന്യം. Proper management of personnel increases their dignity by satisfying their social needs. എങ്ങനെയാണ് നോക്കി? അതായത് എംപ്ലോയീസിന്റെ, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ്, പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ, ഈ സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക. പേജ് നമ്പർ എത്രയാണ് ഷെയർ ചെയ്തിട്ടേ? അതായത് അവിടുത്തെ പേഴ്സണൽസ്, തൊഴിലാളികൾ, മാനേജ്മെന്റിനെ അവരുടെ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ, അവരുടെ അന്തസ്സ് വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് ശരിയായ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സഹായിക്കും. അതായത് പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽസ് ഇൻക്രീസ്, അതായത് ആ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് ആ സ്റ്റാഫുകളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുമ്പോൾ എന്താണ് അപ്പൊ അവരുടെ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ അവർക്ക് അവരുടെ അന്തസ്സ് വർദ്ധിപ്പിക്കുന്നു. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ശരിയായ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സഹായിക്കും. അപ്പൊ 3 ഇമ്പോർട്ടൻസിൽ 3 സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്. ആ 3 പോയിന്റ്സും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി അവിടെ. രണ്ടാമത്തെ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് എന്താ? ബൈ ഫെസിലിറ്റേറ്റിംഗ് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ്. കണ്ടോ, ഒരു നല്ലൊരു തൊഴിൽ അന്തരീക്ഷം, അതിനുള്ള സൗകര്യം ഒരുക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? ആ എംപ്ലോയിയുടെ ടീം വർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു. നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതിനുള്ള സൗകര്യം ഒരുക്കുന്നതിലൂടെ ആ എംപ്ലോയിയുടെ ടീം വർക്കിനെ പ്രോത്സാഹിപ്പിക്കാൻ എന്ത് സഹായിക്കും? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സഹായിക്കും അല്ലേ? ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലാക്കി വെക്കാട്ടോ. ഈ പറയുന്ന കാര്യങ്ങള് ബൈഹാർട്ട് ചെയ്യാനല്ല, ഇത് മനസ്സിലാക്കി വെക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താ? ഇപ്പൊ ഓർഗനൈസേഷൻ, ഒരു ഹോസ്പിറ്റലിലെ ഓർഗനൈസേഷൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്തിനാണ്? മനുഷ്യന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ ഒന്നാമത്തെ സാമൂഹികമായിട്ടുള്ള പ്രാധാന്യം ഉണ്ട്. അതായത് എന്താ? ഈ പ്രോപ്പർ പേഴ്സണൽസ്, അവിടുത്തെ സ്റ്റാഫിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുമ്പോൾ അവരുടെ അന്തസ്സ് വർദ്ധിക്കും അല്ലെ? എങ്ങനെ? ബൈ സാറ്റിസ്ഫൈങ് ദെയർ സോഷ്യൽ നീഡ്സ്, അവർക്കുടെ ആവശ്യങ്ങൾ, ആ എംപ്ലോയീസിന്റെ സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങള് അത് നിറവേറ്റുന്നതിലൂടെ അവരെന്താണ്? സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങള് നിറവേറ്റുന്നതിലൂടെ, സംതൃപ്തിപ്പെടുത്തുന്നതിലൂടെ അവരുടെ അന്തസ്സ് വർദ്ധിക്കും. അതിന് HRM സഹായിക്കും. ക്ലിയർ ആണോ ഒന്നാമത്തെ പോയിന്റ്? ഓക്കെ ആണോ നോക്കിയേ? ഇനി രണ്ടാമത്തെ തന്നെ പ്രൊഫഷണൽ ആണ്. അതായത് നല്ലൊരു ഹെൽത്തി എൻവയോൺമെന്റ്, നല്ലൊരു തൊഴിൽ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിലൂടെ എംപ്ലോയിയുടെ ടീം വർക്കിനെ പ്രോത്സാഹിപ്പിക്കും. അതിലും
HRM സഹായിക്കും, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സഹായിക്കും. പിന്നെ മൂന്നാമത്തെയാണ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്. ഇൻഡിവിജ്വൽ എന്റർപ്രൈസസിന്റെ പ്രാധാന്യം. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ഇൻ ഫുൾഫില്ലിംഗ് ഇറ്റ്സ് ഗോൾസ് ബൈ ക്രിയേറ്റിംഗ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദ എംപ്ലോയീസ് ത്രൂ എഫക്റ്റീവ് മോട്ടിവേഷൻ. ഒരു ഫലപ്രദമായിട്ടുള്ള മോട്ടിവേഷനിലൂടെ, അവർക്ക് കൊടുക്കുന്ന നല്ലൊരു പ്രചോദനത്തിലൂടെ ജീവനക്കാർക്കിടയിൽ ശരിയായ മനോഭാവം സൃഷ്ടിച്ചുകൊണ്ട് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങള് നിറവേറ്റാനായിട്ട് ഇത് സഹായിക്കും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സഹായിക്കും, സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കും. എന്ത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്. സ്റ്റാഫിനെയൊക്കെ മാനേജ് ചെയ്യുന്നത് എന്തിനാ സഹായിക്കണേ? അതാണ്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ഫുൾഫില്ലിംഗ് ഇറ്റ്സ് ഗോൾസ്. അതായത് അവിടെ സ്റ്റാഫുകൾ എന്താ മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്താലല്ലേ നല്ല രീതിയിൽ അവര് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പൊ അവർക്ക് വേണ്ട മോട്ടിവേഷൻ ഒക്കെ കൊടുത്താലാണ് അവര് നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ മാത്രമേ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഇതിന് എല്ലാത്തിനും എന്ത്? ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സഹായിക്കുന്നു. ഒന്നാമത്തെ, എംപ്ലോയിയുടെ സോഷ്യൽ നീഡ്സ്, അവർക്ക് സാമൂഹിക ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ അവരുടെ അന്തസ്സ് വർദ്ധിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ അതിന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സഹായിക്കും. നല്ലൊരു തൊഴിൽ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിലൂടെ അവരുടെ ടീം വർക്കിനെ പ്രോത്സാഹിപ്പിക്കാനും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സഹായിക്കും. പിന്നെ എന്താണ്? ഈ നല്ലൊരു മോട്ടിവേഷനിലൂടെ നല്ലൊരു എംപ്ലോയീസിന് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുന്നതിലൂടെ ആ ഓർഗനൈസേഷന്റെ ഫുൾ ഗോൾസ്, ലക്ഷ്യങ്ങളെ നിറവേറ്റാനും നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലൂടെ സാധിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? അത് 3 സ്റ്റാൻഡ് പോയിന്റ്സ് എന്നുള്ളത് നോട്ട് ചെയ്യണം. സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്, ദ സിഗ്നിഫിക്കൻസ് ഓഫ് for individual enterprises. Okay, clear ആണോ? ഓക്കെ. ഇനി അവിടെ തന്നേക്കുന്നത് ടേബിൾ ആണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഒരു പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആണ് കാണിച്ചേക്കുന്നത് കേട്ടോ. അത് നമ്മൾ കമ്പയർ ചെയ്തേക്കാണ് അവിടെ കൊടുത്തേക്കുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിസിനസ് രംഗത്തുള്ള ഒരു പഴയ ആശയം, പഴയ രീതിയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പൊ അതിന്റെ പുതിയ ഇതാണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. കണ്ടോ? മറ്റത് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റാഫാണ്, സ്റ്റാഫ് മാനേജ്മെന്റ്. അപ്പൊ അതിനിപ്പോ എന്താ? HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പുതിയൊരു ആശയമാണ്. പേഴ്സണൽ മാനേജ്മെന്റ് നോക്കിയേ, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? മാനേജ്മെന്റ് ഓഫ് മിഷൻ ഓപ്പറേറ്റേഴ്സ്. ഇവിടെ സാധാരണ എംപ്ലോയിയുടെ കാര്യങ്ങൾ മാത്രം, മാനേജ് ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പേഴ്സണൽ മാനേജ്മെന്റ്. വേറൊന്നുമില്ല, സാധാരണ എംപ്ലോയിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റ് ഓഫ് മിഷൻ ഓപ്പറേറ്റേഴ്സ്. ആരാണ് മിഷൻ ഓപ്പറേറ്റർ? ആരാ? എംപ്ലോയിയുടെ കാര്യങ്ങളുടെ മാനേജ്മെന്റ്. അതിന് മാത്രമാണ് പേഴ്സണൽ മാനേജ്മെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനി HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താ? കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കിംഗ്. എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ തീരുമാനം എടുക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരെയും ഉൾപ്പെടുത്തി, എല്ലാ എംപ്ലോയീസിനെയും ഉൾപ്പെടുത്തി സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്നു. കുറച്ചുകൂടി ഡീപ്പായിട്ടാണ്. മനസ്സിലായോ? അതായത് കൺസേൺ വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്, അതായത് അവരെയും കൂടി അതില് ഉൾപ്പെടുത്തുന്നുണ്ട്. കൺസേൺ വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്, തീരുമാനം എടുക്കുന്ന ആ ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താണ്? സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഇവിടെ ആ എംപ്ലോയീനെ മാത്രമേ നോക്കുന്നുള്ളൂ. ഇവിടെ എന്താ? കുറച്ചുകൂടി ആഴത്തിലുള്ള ഇതാണ് കൺസേൺ വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്. അടുത്ത് നോക്കിയേ, പേഴ്സണൽ മാനേജ്മെന്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻ. ഇവിടെ ആരൊക്കെ തമ്മിലുള്ള ബന്ധം പറയുന്നത്? മാനേജ്മെന്റും ട്രേഡ് യൂണിയനും ആണ്. യൂണിയൻ, ട്രേഡ് യൂണിയൻ, വ്യാപാര തൊഴിലാളി സംഘടനകളും തമ്മിലുള്ള ബന്ധമാണ് അവിടെ പറയുന്നത്. അവര് തമ്മിലാണ് ഔദ്യോഗിക ബന്ധമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ
മാനേജ്മെന്റും ട്രേഡ് യൂണിയനും വഴിയാണ് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത്. ഇവിടെ ആരാണ്? നേരെ എംപ്ലോയിയുമായിട്ടാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഇവിടെ ഒരു എംപ്ലോയറും എംപ്ലോയി തൊഴിലാളികളും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം. ഈ എംപ്ലോയിനെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. യൂണിയൻ ഇല്ല അവർക്ക്, തൊഴിലാളി സംഘടനകളുണ്ട്. അപ്പൊ ഇവിടെ പേഴ്സണൽ മാനേജ്മെന്റും ട്രേഡ് യൂണിയനും വഴിയ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ആരാണ്? എംപ്ലോയർ എംപ്ലോയി. അപ്പൊ അത്രയും കൂടി ആഴത്തിലാണ് അവിടെ. എംപ്ലോയിനെ അത്രയും കൂടി മനസ്സിലാക്കുന്നുണ്ട് എന്ന് അർത്ഥം. എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ദ മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്. ഇവിടെ ലോവർ ലെവൽ സ്റ്റാഫിന്റെ മാത്രമേ മാനേജ്മെന്റ് ആണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്. ലോവർ ലെവൽ സ്റ്റാഫിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനാണ് ശ്രദ്ധ കൊടുക്കുന്നത്. HRMO മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽ ഓഫ് സ്റ്റാഫ്. എല്ലാ തലങ്ങളിലുള്ള സ്റ്റാഫിന്റെ മാനേജ്മെന്റിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽസ് ഓഫ് സ്റ്റാഫ്. എല്ലാ തലങ്ങളിലുമുള്ള സ്റ്റാഫിന്റെ മാനേജ്മെന്റിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. Then old concept. ഇത് പഴയ ഒരു ആശയത്തെ തത്വമാണ്. ഇതോ ലേറ്റസ്റ്റ് കോൺസെപ്റ്റ്. കാലാനുസൃതമായി മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണ്. കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പുതിയ കോൺസെപ്റ്റ് ആണ് ഇത് HRM എന്ന് പറയുന്നത്. ഒന്ന് നോക്കിയാൽ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നത് ഏതാണെന്ന് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇവിടെ ആ രണ്ടാമത്തെ പോയിന്റ് ഒന്ന് നോക്കണം കേട്ടോ. ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്? എംപ്ലോയർ ആൻഡ് എംപ്ലോയി. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബീയിങ് കൺസേൺഡ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹും. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഇവിടെയോ പേഴ്സണൽ മാനേജ്മെന്റില് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഡെഫിനിഷൻസ് ആണ്. ഈ ചാപ്റ്റർ ഫുൾ ഇരുന്നത് ബൈക്കാട്ട് ചെയ്തിട്ട് പിള്ളേരെ, ഇത് ഇത്രയും വലിയൊരു ചാപ്റ്റർ എടുത്താൽ നമ്മൾ ഒരു 6 or 7 ക്വസ്റ്റ്യൻ ഇതിന്ന് വരുന്നത്. അപ്പൊ അതേ രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. മോക്ക് ടെസ്റ്റുകൾ തന്നെ നിങ്ങൾ ഇപ്പൊ നമ്മളൊരു 7 ക്ലാസ് ഈ ഒരു ചാപ്റ്റർ എടുക്കാൻ വേണം. മാക്സിമം ഒരു 7 ക്ലാസ് വേണം. 7 ക്ലാസ് കൊണ്ടാണെങ്കിൽ 7 × 5 35 ക്വസ്റ്റ്യൻ കിട്ടും. അത് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ഇത് കുറെ പാരഗ്രാഫുകളായിട്ടും ഇതിന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ഞാൻ ഇതുപോലെ അണ്ടർലൈൻ ചെയ്യാൻ പറയും. അത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് പഠിക്കാം. ഇനി ഇവിടെ ഡെഫിനിഷൻസ് ആണ്. പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് വിച്ച് ക്യാരീസ് ഔട്ട് എഫക്റ്റീവ് കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മാൻ പവർ ആസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം അതർ സോഴ്സസ് ഓഫ് പവർ. മറ്റ് ഊർജ സ്രോതസ്സുകളിൽ നിന്നും വ്യത്യസ്തമായി മാൻ പവറിന്റെ ഫലപ്രദമായിട്ടുള്ള നിയന്ത്രണവും ഉപയോഗവും നടപ്പിലാക്കുന്ന ഒരു മാനേജ്മെന്റിന്റെ സ്റ്റേജ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഡെഫിനിഷൻ ബൈഹാർട്ട് ചെയ്യണ്ട. ഡാഷ് ഈസ് ദ സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ്. അതായത് മറ്റ് ഒരു സോഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാൻ പവറിന്റെ, അതായത് ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യന്റെ ഫലപ്രദമായിട്ട് ഉപയോഗവും നിയന്ത്രണവും നടപ്പിലാക്കുന്ന മാനേജ്മെന്റിന്റെ ഒരു ആണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പഴയ കോൺസെപ്റ്റിൽ വെച്ചിട്ടാണ് ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത്. ഇനി Edwin B. Flippo states that the personal management is planning, organizing, directing, controlling procurement, development, compensation, integration, maintenance, separation of human resource to end and individual, organization and social objectives are fulfilled. നമ്മൾ ആ പറഞ്ഞിരുന്നത് എല്ലാ കാര്യങ്ങളും ഏതൊക്കെയാ? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, പ്രൊക്യൂർമെന്റ് അതിന്റെ സംഭരണം, വികസനം, സംയോജനം, പരിപാലനം, ഇതെല്ലാം കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ എന്നിവയുമായിട്ടുള്ള
എല്ലാ കാര്യങ്ങളുടെയും ഒരു പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും ഒക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻ ഒന്ന് നോക്കുക. ഡാഷ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ സെന്റൻസ് അങ്ങനെ തന്നെ തരാം. അല്ലെങ്കിൽ ആർക്കുടെ ഡെഫിനിഷൻ ആണ് എന്നുള്ളതും അത് നോക്കി വെക്കുക കേട്ടോ. എഡ്വിൻ ബി ഫ്ലിപ്പോ, എഡ്വിൻ ഫ്ലിപ്പോ. മാൻ പവറിനെ കൺട്രോൾ ചെയ്യുക, മാൻ പവറിനെ മാക്സിമം യൂസ് ചെയ്യുക. അതാണ് ആദ്യത്തേല് നമ്മൾ പറഞ്ഞത്. എഫക്റ്റീവ് കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മാൻ പവർ, അതാണ് പേഴ്സണൽ മാനേജ്മെന്റ് ആദ്യത്തേല്. ഫ്ലിപ്പോ പറഞ്ഞത് പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഡയറക്റ്റിംഗ് കൺട്രോളിംഗ് പ്രൊക്യൂർമെന്റ് ഒക്കെയാണ്. ഏത് അതെന്തിനു വേണ്ടി? ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഇതിന്റെയൊക്കെ ആസൂത്രണവും സംഘടിതവും ഡയറക്ഷൻ നിർദ്ദേശവും കൺട്രോളിങ്ങും ഒക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഇൻ ദ ഒപ്പീനിയൻ ഓഫ് സ്റ്റീഫൻ ഡൺ. ഇനി സ്റ്റീഫൻ ഡണ്ണിന്റെ അഭിപ്രായത്തില് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ്, holding, motivating people that involve all managers, line and staff. അതായത് ഇവിടെ എല്ലാ മാനേജേഴ്സിന്റെയും സ്റ്റാഫിന്റെയും പങ്കാളിത്തത്തോടു കൂടി അവരെ ആളുകളെ അട്രാക്ട് ചെയ്യാനായിട്ട്, നിലനിർത്തുന്നതിനും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനുമുള്ള പ്രക്രിയയാണ് ഇത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് അട്രാക്ടിങ്, ഹോൾഡിങ്, മോട്ടിവേറ്റിംഗ് പീപ്പിൾ. അട്രാക്ടിങ്, ഹോൾഡിങ്, മോട്ടിവേറ്റിംഗ് പീപ്പിൾ, അതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആരാണ്? സ്റ്റീഫൻ ഡൺ. ആ ഡെഫിനിഷൻസ് ജസ്റ്റ് ഒന്ന് അവിടെ ഡാഷ് ഇട്ട് തന്നെ നോക്കിയാൽ മതി ഇവിടെ കേട്ടോ. പിന്നെ ആര് പറഞ്ഞതാണെന്നുള്ളത് മനസ്സിലാക്കുക. സ്റ്റീഫൻ ഡൺ പറഞ്ഞത് അട്രാക്ടിങ്, ഹോൾഡിങ്, മോട്ടിവേറ്റിംഗ് പീപ്പിൾ, ആ ഒരു പ്രോസസ്സ്. പിന്നെ എഡ്വിൻ ബി ഫ്ലിപ്പോ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഒക്കെ അങ്ങനെയുള്ളതൊക്കെയാണ്. അത് എന്തിനു വേണ്ടി? ഓർഗനൈസേഷന്റെ സാമൂഹികപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ആ ഹ്യൂമൻ റിസോഴ്സിനെ പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ഡയറക്ട് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, പ്രൊക്യൂർമെന്റ് ചെയ്യുന്നു, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതും സംഘടിപ്പിക്കുന്നതും ഒക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. ഇനി അവിടെ കൊടുത്തേക്കുന്നത് ഹോൾഡിംഗ്, 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അട്രാക്ടിങ് പീപ്പിൾ, ഒന്നാമത്തെ ആളുകളെ ആകർഷിക്കുക. ഈ 3 കാര്യങ്ങള് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പേഴ്സണൽ മാനേജ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം. ഒന്നാമത്തെയാണ് നമുക്ക് അട്രാക്ടിങ് പീപ്പിൾ, ആളുകളെ അട്രാക്ട് ചെയ്യുക. by offering suitable monetary and non-monetary rewards. എങ്ങനെയാ നമ്മൾ ഒരു കമ്പനിയിലേക്ക്, ഒരു ഓർഗനൈസേഷനിലേക്ക് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന എങ്ങനെയാ? പൈസ അല്ലെ, ഒന്നില്ലെങ്കിൽ നല്ല സാലറി തരാം, അല്ലെങ്കിൽ നോൺ മോണിറ്ററി പൈസ അല്ലാതെ മറ്റുള്ള ആനുകൂല്യങ്ങള്, ബെനിഫിറ്റ്സുകള്, അവർക്കുള്ള റിവാർഡുകള്, ഇതൊക്കെ ഓഫർ ചെയ്ത് ആളുകളെ അട്രാക്ട് ചെയ്യാം. ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ്, ഇനി അവരെ ഹോൾഡ് ചെയ്യാം, നിർത്തുക, അവിടെ റീറ്റെയിൻ ചെയ്യാം, നിലനിർത്തുന്നത് എന്ത് ചെയ്യണം? ബൈ ഇംപ്രൂവിംഗ് ദ വർക്ക് എൻവയോൺമെന്റ്, നമ്മുടെ തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തിക്കൊണ്ട് അവരെ അവിടെ നിലനിർത്താൻ പറ്റും. ഇനി അവരെ മോട്ടിവേറ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രചോദിപ്പിക്കുക. ബൈ ഫോളോയിങ് പ്രോഗ്രസീവ് പ്രാക്ടീസ് ആൻഡ് ഹ്യൂമൻ പോളിസീസ് ടു ക്രിയേറ്റ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ടു ദ എംപ്ലോയി. എംപ്ലോയിന്റെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കൂടി കണക്കിലെടുത്ത് അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പോളിസീസ് ഫ്രെയിം ചെയ്താൽ എംപ്ലോയിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാന്ന് നോക്കിയേ, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, അവർക്കുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു സംതൃപ്തി, പേഴ്സണൽ PERSON, വ്യക്തിപരമായിട്ടുള്ള ഒരു സംതൃപ്തി കണക്കിലെടുത്ത് അതിന് ഒതുക്കുന്ന രീതിയിലുള്ള ഹ്യൂമൻ പോളിസി ഫ്രെയിം ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യാം. ഈ 3 കാര്യങ്ങളും ഏതൊക്കെയാ? അട്രാക്ടിങ് പീപ്പിൾ, ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ്, മോട്ടിവേറ്റിംഗ്. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ഉണ്ടാകും. മനസ്സിലായോ? 3 അണ്ടർലൈൻ ചെയ്തേ. അട്രാക്ടിങ് പീപ്പിൾ, ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ്, മോട്ടിവേറ്റിംഗ് പീപ്പിൾ, ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ് പീപ്പിൾ. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതായത് പേഴ്സണൽ മാനേജ്മെന്റ് ഉണ്ടാകും.
ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇവിടെയും കുറേ പോയിന്റ്സ് ആയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ പോയിന്റ്സ് ഒന്ന് വായിച്ചു പോണേ ഉള്ളൂ. ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് പേഴ്സണൽ മാനേജർ. ഒരു സ്റ്റാഫ് മാനേജറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? പേഴ്സണൽ മാനേജറിന്റെ ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണൽ മാനേജർ ഇങ്ങനെയാണ് ക്യാരക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി എന്താന്ന് പറഞ്ഞിട്ടുള്ളത്. പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫ് ആണ് കേട്ടോ, മാറിപ്പോയത്. സ്റ്റാഫ് മാനേജർ മസ്റ്റ് ബി എ സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷൻ തിയറി. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഒരു ഓർഗനൈസേഷന്റെ ഒരു സ്ഥാപനത്തിന്റെ തിയറി അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം പേഴ്സണൽ മാനേജർ. And likely be an effective advisor to top management. Top managementന്റെ ഓർഗനൈസേഷന്റെ കാര്യങ്ങളെ കുറിച്ച് നല്ല ഒരു അഡ്വൈസർ ആയിരിക്കണം ആര്? നല്ലൊരു പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. being able to organize his own department. അവന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസ് ചെയ്യാനുള്ള, സംഘടിപ്പിക്കാനുള്ള ഇത് വേണം. പിന്നെ അതുപോലെ ടോപ്പ് മാനേജ്മെന്റിന് നല്ലൊരു അഡ്വൈസർ ആയിരിക്കണം. ഓർഗനൈസേഷന്റെ തിയറി അതിന് സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം പേഴ്സണൽ മാനേജർ. ക്ലിയർ ആയോ? എങ്ങനെയായിരിക്കണം? സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷൻ തിയറി, എഫക്റ്റീവ് അഡ്വൈസർ, മൂന്നാമത്തെ ആ സ്വന്തം അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എന്താണ് അതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഹി ഷുഡ് ബി റിയൽ എക്സ്പെർട്ട് ഇൻ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. അത്ര അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഹി ഷുഡ് ബി റിയൽ എക്സ്പെർട്ടൈസ് ഇൻ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനിൽ നല്ല വിദഗ്ധരായിരിക്കണം, നല്ല എക്സ്പെർട്ട് ആയിരിക്കണം. നോളജ് ഓഫ് റിലവന്റ് ലോസ്, പ്രൊസീജിയർ ആൻഡ് ടെക്നിക്. ആവശ്യത്തിന് റിലവന്റ് ആയിട്ടുള്ള ലോസ്, നിയമങ്ങള്, പ്രൊസീജിയർ, ടെക്നിക്കുകള്, ഇതിനെ കുറിച്ചൊക്കെ നല്ല അറിവും വേണം. നല്ല പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനില് നല്ല എക്സ്പേർട്ട് ആയിരിക്കണം, റിയൽ എക്സ്പേർട്ട് ആയിരിക്കണം. എക്സ്പേർട്ട് ആയിരിക്കണം ആര്? പേഴ്സണൽ മാനേജർ. ഇനി മൂന്നാമത്തെ നോക്കിയേ, he should have an ample knowledge of behavioral science. ബിഹേവിയറൽ സയൻസിന് നല്ല നോളജ് ഉണ്ടായിരിക്കണം. അപ്പൊ എന്താ ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഓരോ എംപ്ലോയീസിന്റെ ബിഹേവിയർ, സ്വഭാവം അത് മനസ്സിലാക്കി അവരെ മോട്ടിവേറ്റ് ചെയ്ത് കമ്പനിയുടെ ഗോളിലേക്ക് എത്തിക്കണം, ഗോൾ നേടിയെടുക്കണം, ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം. അതാണ് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും സ്വഭാവങ്ങൾ മനസ്സിലാക്കി അവരെ മോട്ടിവേറ്റ് ചെയ്ത് ആ ഓർഗനൈസേഷന്റെ ഗോൾസിലേക്ക് എത്തിക്കണം. അതായത് ആ ഒരു ബിഹേവിയറൽ സയൻസിന് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. He must have an acute sense of social justice. ഇനി സാമൂഹികമായിട്ടുള്ള നീതികള് അതിനെ കുറിച്ച് നല്ലൊരു സെൻസ് ഉണ്ടായിരിക്കണം. സാമൂഹ്യ നീതികളെ കുറിച്ച് നല്ലൊരു ബോധം ഉണ്ടായിരിക്കണം. ആൻഡ് ബി ഫുള്ളി അപ്രീഷിയേറ്റീവ് ഓഫ് ദ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് മെൻ, വിമൻ ആൻഡ് അറ്റ് വർക്ക്. സ്ഥലത്തെ ആളുകളുടെയൊക്കെ താല്പര്യങ്ങളും അവകാശങ്ങളെ കുറിച്ചൊക്കെ നല്ല ഒരു പൂർണ്ണമായിട്ട് അതിനെ വിലമതിക്കുകയും അതുപോലെ ആസ് വെൽ ആസ് ഓഫ് എക്കണോമിക് നെസസിറ്റി ഓഫ് മാനേജ്മെന്റിന്റെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളെ അതിനെയൊക്കെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ഒരു നല്ലൊരു പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസില് നല്ല ഒരു സെൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആളുകളുടെ ഈ താല്പര്യങ്ങള്, റൈറ്റ്, ഇതിനെയൊക്കെ എന്താണ് അതിനെ ഒക്കെ അറിയാൻ പറ്റണം. പിന്നെ അതുപോലെ മാനേജ്മെന്റിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ആവശ്യങ്ങള് അതിനെക്കുറിച്ചും നല്ല ബോധവാന്മാരായിരിക്കണം. He should be capable of creative thinking. ഇനി സർഗാത്മകമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് വേണം. ക്രിയേറ്റീവ് തിങ്കിങ്ങിനുള്ള കഴിവ് വേണം. He should have a knowledge in problem solving technique. ഇനി എന്ത് വേണം? പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്. അതിന് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. He should have a knowledge in problem solving technique. അടുത്ത നോക്കിയേ, he should be capable of leadership. നേതൃത്വത്തിന് ഒരു നല്ലൊരു കഴിവുണ്ടായിരിക്കണം. അല്ലെ, ഒരു മാനേജറാണ്, സ്റ്റാഫ് മാനേജറാണ്. അപ്പൊ അദ്ദേഹത്തിന് എല്ലാവരെയും ലീഡ് ചെയ്യാനുള്ള ലീഡർഷിപ്പ് എബിലിറ്റി ഉണ്ടായിരിക്കണം. He should be of friendly, tactful and approachable nature. ഇനി എങ്ങനെയായിരിക്കണം? ഫ്രണ്ട്ലി ആയിരിക്കണം, നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം. പിന്നെ അതുപോലെ ടാക്ട്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ് ടാക്ട്ഫുൾ?
നല്ല നയപരമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വിശ്വാസമായിട്ടുള്ള അപ്രോച്ചബിൾ നേച്ചർ, ആർക്കും എപ്പോഴും സമീപിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവമായിരിക്കണം. Then he should have a initiative and a decision making ability. എന്തുണ്ടായിരിക്കണം? ഇനിഷ്യേറ്റീവ്, എല്ലാത്തിനെയും ഒന്ന് ആരംഭിക്കാനുള്ളത്, എല്ലാം ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് തുടങ്ങാനുള്ള ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം. Then തന്ത്രപരമായിട്ടുള്ള, ഓക്കെ, ടാക്ട്ഫുൾ. Then നല്ല പ്ലാനിങ് ആയിട്ടുള്ള, പ്ലാൻ ചെയ്യാൻ പറ്റുന്ന. He should be able to generate trust among his colleagues. അവർക്കുടെ സഹപ്രവർത്തകർക്കിടയിൽ നല്ലൊരു ട്രസ്റ്റ്, വിശ്വാസം ജനിപ്പിക്കാൻ കഴിയണം. കൊളീഗ്സിന്റെ ഇടയിൽ നല്ലൊരു ട്രസ്റ്റ്, വിശ്വാസം ജനിപ്പിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. അടുത്ത നോക്കിയേ, he should be ready to cooperate with the subordinates in the time of difficulty. എന്താണ് പറഞ്ഞേക്കുന്നത്? ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ കീഴുദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കാനായിട്ട് തയ്യാറായിരിക്കണം. He should be ready to cooperate with the subordinates in the time of difficulty. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ അവരുടെ സബോർഡിനേറ്റുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്യാനുള്ള, അതിനുള്ള ആ ഒരു സഹകരിക്കാൻ തയ്യാറായിരിക്കണം. Then last point നോക്കിയേ, he should be prompt enough to give them to feedback in the handling of personal matters whenever necessity, in the interest of functioning of the organization and the established personal policies of the organization. ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തിനും ഓർഗനൈസേഷന്റെ വ്യക്തിപരമായിട്ടുള്ള നയങ്ങൾക്കും വേണ്ടി അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആവശ്യമായ ഫീഡ്ബാക്ക് നൽകാൻ അദ്ദേഹം ഉടനടി തയ്യാറായിരിക്കണം. He should be prompt enough to give them the feedback. ഫീഡ്ബാക്ക് നൽകാൻ അദ്ദേഹം ഉടനടി തയ്യാറായിരിക്കണം. അതായത് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഫീഡ്ബാക്ക്, പെട്ടെന്ന് ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറാവണം. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് എപ്പോഴും അയാള് ഉടനടി തയ്യാറായിരിക്കണം. അത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് ബൈഹാർട്ടൊന്നും ചെയ്യണ്ട കേട്ടോ. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ പോയിന്റിൽ ആ ചെറിയ കുഞ്ഞിതാക്കി ഒന്ന് നോക്കി വെച്ചാൽ മതി. സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം, ഓർഗനൈസേഷന്റെ തിയറിനെ കുറിച്ച് നല്ല അറിവ്, അതിൽ സ്പെഷ്യലൈസ്ഡ് ചെയ്യണം, അറിവുണ്ടായിരിക്കണം. പിന്നെ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ബിഹേവിയറൽ സയൻസിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം. സാമൂഹിക നീതി, അതിനെ കുറിച്ച് നല്ല സെൻസ് ഉണ്ടായിരിക്കണം. ക്രിയേറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള ആളായിരിക്കണം. പ്രോബ്ലം സോൾവിങ് ടെക്നിക്, അതിലെ അറിവുണ്ടായിരിക്കണം. ലീഡർഷിപ്പിനുള്ള കഴിവുണ്ടായിരിക്കണം. ഫ്രണ്ട്ലി ആയിട്ടുള്ള, ടാക്ട്ഫുൾ, പ്ലാനിങ് ആയിട്ടുള്ള, തന്ത്രപരമായിട്ടുള്ള അപ്രോച്ചബിൾ നേച്ചർ ആയിരിക്കണം. ഇതിന് എക്സാമിന് വരുമോന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങാനും നമുക്ക് വരുവാണെങ്കിലും നമുക്ക് പേഴ്സണൽ മാനേജറിന്റെ ക്വാളിറ്റീസിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അല്ലാതെ വേറെ ഇതായിട്ട് നമ്മൾ ചോദിക്കാനോ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഇപ്പൊ ഏകദേശം നമുക്ക് വായിക്കുമ്പോൾ അറിയാലോ. പിന്നെ ലീഡർഷിപ്പ് എബിലിറ്റി വേണം. ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഫ്രണ്ട്ലി, ടാക്ട്ഫുൾ, അപ്രോച്ചബിൾ, എപ്പോഴും സമീപിക്കാൻ പറ്റുന്ന നേച്ചർ ആയിരിക്കണം. പിന്നെ ഇനിഷ്യേറ്റീവ്, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി വേണം. ട്രസ്റ്റ്, ഇപ്പൊ നമ്മുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ എന്താ കാരണവശാലും ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം അവിടെ കേട്ടോ. കോളേജ് മറ്റു സഹപ്രവർത്തകരുടെ ഇടയിൽ നല്ലൊരു വിശ്വാസം ജനിപ്പിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. പിന്നെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ സഹപ്രവർത്തകരുമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കണം. പിന്നെ അടുത്ത് പെട്ടെന്ന് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റണം, ഉടനടി ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റണം. ആ രീതിയിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റൂലേ? ഇംഗ്ലീഷ് ഫുള്ളായിട്ട് പഠിക്കണ്ട, ഓർഗനൈസേഷൻ തിയറിയിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ, പെട്ടെന്ന് ആ പോയിന്റ്സ് ഒന്ന് നോക്കിയേ. ആ രീതിയിലൊന്ന് കിട്ടുമെന്ന് നോക്കിയേ. ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി പറയണോ പോയിന്റ്സ് ഞാൻ ഒന്നുകൂടി?
ടെസ്റ്റ് ഒന്ന് വായിച്ച കിട്ടൂലേ? കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ടാ കൊടുത്തേക്കുന്നേ. ഓക്കെ ആണ്, വലിയ ബുദ്ധിമുട്ടില്ല. ഇനി അടുത്ത സെക്ഷൻ നോക്കിയേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും എക്സാമിന് ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കും. ഈ ടേബിൾ നിങ്ങൾ പഠിച്ചിരിക്കണം. റോൾ ഓഫ് പേഴ്സണൽ മാനേജർ. റോൾ ഓഫ് പേഴ്സണൽ മാനേജർ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടല്ലോ അല്ലെ? റോൾ ഓഫ് പേഴ്സണൽ മാനേജർ തന്നെയില്ലേ? ഫുൾ ആയിട്ടില്ലേ? ഒരു ഉണ്ട്. അതായത് പേഴ്സണൽ മാനേജർ എന്ന് പറഞ്ഞ ഏതാണ്? സ്റ്റാഫ് മാനേജർ അല്ലെ? പേഴ്സണൽ സ്റ്റാഫിന്റെ മാനേജർ, തൊഴിലാളികളുമായിട്ട് നേരിട്ട് ബന്ധം വരുന്നതാണ് നമ്മള് പേഴ്സണൽ മാനേജർ. അദ്ദേഹത്തിന്റെ റോള്, ഈ പേഴ്സണൽ മാനേജർ ആ ഒരു റോളിനെ നമുക്ക് 4 രീതിയിൽ തിരിക്കാം. മാനേജർ ഇല്ല എന്നാണോ? അതൊന്ന് ചേർത്ത് വെച്ച് അവിടെ ഇല്ലാത്തൊരു റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ. ഒരു പേഴ്സണൽ മാനേജറിന്റെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഏതെങ്കിലും ഒരു റോള് ഇവിടെ ചോദിക്കാം. ഒന്നാമത്തെയാണ് പേഴ്സണൽ റോള്, രണ്ടാമത്തെ വെൽഫെയർ റോള്, മൂന്നാമത്തെ ക്ലറിക്കൽ റോള്, നാലാമത്തെ ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോള്. ശോശാമ്മക്കുട്ടി മാനേജർ എന്നുള്ളത് ഇല്ല എന്നാണ്. അപ്പൊ ഇല്ലാത്തവര് ആർക്കെങ്കിലും ടെക്സ്റ്റിൽ അങ്ങനെ ഇല്ലെങ്കിൽ അവിടെ ഒന്ന് എഴുതി ചേർക്കുക അതിന്റെ ഒപ്പം റോൾ ഓഫ് പേഴ്സണൽ മാനേജർ, മാനേജർ എന്ന് ചേർക്കുക. ഓക്കെ, ഇനി ഒരു പേഴ്സണൽ മാനേജറിന്റെ റോൾ എന്താ? അദ്ദേഹത്തെ എന്താ ചെയ്യണ്ടേ? അദ്ദേഹത്തിന്റെ റോള് നമുക്ക് 4 രീതിയിൽ തിരിക്കാം. പേഴ്സണൽ റോൾ ഉണ്ട്, വെൽഫെയർ റോൾ ഉണ്ട്, ക്ലറിക്കൽ റോൾ ഉണ്ട്, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ ഉണ്ട്. ഒന്നാമത്തെ പേഴ്സണൽ റോള്, പേഴ്സണൽ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ, തൊഴിലാളികളുമായിട്ട് നേരിട്ട് ബന്ധം വരുന്നതാണ് പേഴ്സണൽ റോൾ എന്ന് പറയുന്നത്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫുമായിട്ട് നേരിട്ട് ബന്ധം വരുന്ന. ഒന്നാമത്തെ എന്താണ്? അഡ്വൈസറി അഡ്വൈസിങ് മാനേജ്മെന്റ് ഓൺ എഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഒന്നാമത്തെ റോൾ എന്താ? ഈ നമ്മളൊരു അഡ്വൈസറി ബോഡി, ഒരു ഉപദേശക ബോഡി ആയിട്ട് നിൽക്കുക. അതായത് ടോപ്പ് മാനേജ്മെന്റിന് എങ്ങനെ ഹ്യൂമൻ റിസോഴ്സിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് ആർക്ക്? ടോപ്പ് മാനേജ്മെന്റിനെ അറിയിക്കുന്ന റോള്. ടോപ്പ് മാനേജ്മെന്റിന് അഡ്വൈസ് കൊടുക്കണം, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആണോ? അഡ്വൈസറി ഓർ അഡ്വൈസിങ് മാനേജ്മെന്റ് ഓൺ എഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഒരു ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യണം? ഒരു ടോപ്പ് മാനേജ്മെന്റിന് അറിയിക്കേണ്ട ഒരു റോൾ ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെയാണ് മാൻ പവർ പ്ലാനിങ്. മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എക്സെട്ര. അതൊറ്റ ഇതാട്ടോ. മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എക്സെട്ര. മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സ്. മാൻ പവറിനെ ആസൂത്രണം ചെയ്യുക, അവരെ റിക്രൂട്ടും ചെയ്യുക, ദെൻ അവരെ സെലക്ട് ചെയ്യുക, റിക്രൂട്ട്മെന്റ് നടത്തുക. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ഓരോ ഓർഗനൈസേഷനിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ അല്ലെ? ഓരോ വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കും. ആ വേക്കൻസിയിൽ പുതിയതായിട്ട് ആളുകളെ കണ്ടെത്തുക, അവരെ അതിലേക്ക് സെലക്ട് ചെയ്യുക. അതാണ് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ. മാൻ പവറിനെ പ്രോപ്പർ ആയിട്ട് ആസൂത്രണം ചെയ്യുക. താഴേക്കാട്ടോ ഞാൻ പറയണത്. സി, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമാൻ. ലൈൻമാൻ എന്ന് പറഞ്ഞാൽ എല്ലാ വർക്കേഴ്സിനും, എല്ലാ തൊഴിലാളികൾക്കും, എല്ലാ വർക്കേഴ്സും അവരെ ട്രെയിനിങ് കൊടുക്കുക, അവരുടെ ഡെവലപ്മെന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. എല്ലാ വർക്കേഴ്സിനും എന്ത് ചെയ്യുക? അവർക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുക. അടുത്ത് നോക്കി, ബി എന്താ? മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. എന്ത് ചെയ്യുക? ഗ്രൂപ്പിന്റെയും ഇൻഡിവിജ്വൽസിന്റെ സ്വഭാവങ്ങള് അവരെ അസസ് ചെയ്യുക. ഇതിന്റെ അസസ് ചെയ്യുക. മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. ഓക്കെ, അപ്പൊ ഇതെല്ലാരും ഏതിൽ വരുന്ന? പേഴ്സണൽ റോളിൽ വരുന്ന. അപ്പൊ ഇങ്ങനെ തന്നെ നമ്മൾ ചോദിക്കും, പേഴ്സണൽ റോളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്?
പേഴ്സണൽ മാനേജറിന്റെ പേഴ്സണൽ റോളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ടേ നമ്മള് അത് ഏതിനകത്ത് വരുന്നതാണെന്ന്. ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് ഡാഷ് ഇൻക്ലൂഡ് ദ റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ. അതായത് ഏതാണ് പേഴ്സണൽ മാനേജറിന്റെ റോളിൽ വരുന്നത് ഏത്, അങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പൊ അതിനകത്ത് പേഴ്സണൽ റോള് 4 മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തെ എന്താ, ടോപ്പ് മാനേജ്മെന്റിന് ഒരു അഡ്വൈസറി ആയിട്ട് നിൽക്കുക. ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാൽ ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ടോപ്പ് മാനേജ്മെന്റിന് ഒരു ഉപദേശ ബോഡിയായിട്ട് നിൽക്കുക. രണ്ടാമത്തെ എന്താണ്, മാൻ പവറിനെ മനുഷ്യരെ പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുക, റിക്രൂട്ട്മെന്റ് സെലക്ഷൻ അത് നടത്തുക. പിന്നെ അടുത്ത ട്രെയിനിങ് കൊടുക്കുക, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ. പിന്നെ അടുത്ത എന്താ, ഇൻഡിവിജ്വല് ഗ്രൂപ്പ് ബിഹേവിയർ അത് അസസ് ചെയ്യുക. ക്ലിയർ അല്ലേ 4 കാര്യങ്ങളും? അതാ പേഴ്സണൽ റോൾ എന്ന് പറയുമ്പോൾ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെന്ന് മനസ്സിലാക്കി വെക്കുക ആദ്യം കേട്ടോ. ഇനി വെൽഫെയർ റോൾ. വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താ, ക്ഷേമം. അവരുടെ ക്ഷേമമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റോൾ ഏതാണ്? എന്താണ് അപർണ, എന്ത് പറ്റിയെന്നെന്തോ മെസ്സേജ് ഇട്ടല്ലോ, എന്ത് പറ്റിയ പറഞ്ഞ? മനസ്സിലാവുന്നില്ലേ? ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ടോ? ഇതൊരു ആദ്യത്തെ ഒരു കുഞ്ഞു സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇച്ചിരി നീങ്ങുന്തോറും നമുക്ക് എളുപ്പമാണ്. കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങുമ്പോ ഇതിപ്പോ ആദ്യം കുറെ കാര്യങ്ങൾ ഇങ്ങനെ ബൾക്കായിട്ട് കൊടുത്തോണ്ടാണ്. 2-3 പേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് എളുപ്പമാണ് കേട്ടോ. ഇച്ചിരി പാടാണ് അതാ ഞാൻ പറഞ്ഞത്. അതായത് ആ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമ്മളിങ്ങ് പോകുന്നു, ഇതൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ആദ്യത്തെ ഒരു 3-4 പേജേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ലാസ്റ്റ് വരുന്നതോട് സിമ്പിളാണ്. നമുക്ക് എങ്ങനെ റിക്രൂട്ട്മെന്റ്, ഇന്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത് കേട്ടോ. സെലക്ഷൻ പ്രോസസ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ആദ്യത്തെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അത് നിങ്ങൾ നോക്കണ്ട, ഇതിനകത്ത് വ്യക്തമാക്കി വെക്കുക. ഞാൻ പതുക്കെ എടുക്കുന്നുള്ളൂ. അതായത് ഈ ഒരു പേഴ്സണൽ മാനേജറിന്റെ പേഴ്സണൽ റോളിൽ വരുന്നത് അത് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ 4. ഇനി രണ്ടാമത്തെയാണ് വെൽഫെയർ റോള്. വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷൻ പ്രോബ്ലംസ്. അതായത് നമ്മള് പേഴ്സണൽ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങള് അല്ലെ, അതിനുള്ള ഗവേഷണങ്ങൾ. റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷൻ പ്രോബ്ലം. ഓർഗനൈസേഷന്റെ സ്റ്റാഫിന്റെ പ്രശ്നങ്ങള് അതില് ഗവേഷണങ്ങൾ നടത്തുക. അടുത്ത നോക്കിയാൽ മാനേജിങ് സർവീസസ്, ക്യാൻറ്റീൻ, ക്രഞ്ച് എക്സെട്ര. നോക്കിയേ മാനേജിങ് സർവീസസ്. ഇനി അവർക്ക് കൊടുക്കുന്ന സർവീസുകൾ, അതായത് ഒരു കമ്പനി നമ്മുടെ എംപ്ലോയിക്ക് കൊടുക്കുന്ന സർവീസ്, ക്യാൻറ്റീൻ സർവീസ്. അവർക്ക് ക്യാൻറ്റീൻ ഇല്ലേ? ഓരോ മിക്ക കമ്പനികൾക്കും അവരുടെ ക്യാൻറ്റീൻ ഉണ്ട്. അപ്പൊ അവർക്ക് കുറഞ്ഞ റേറ്റില് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം അല്ലെ? ആ എംപ്ലോയീസിന് വേണ്ടി ക്യാൻറ്റീൻ ഇല്ലേ? ക്യാൻറ്റീൻ അങ്ങനെയുള്ള സൗകര്യങ്ങൾ അതിനെ മാനേജ് ചെയ്യുക. പിന്നെ അടുത്താണ് ക്രഷ്. ക്രഷ് എന്ന് കേട്ടിട്ടുണ്ടോ? CRECHES ക്രഷ്. ക്രഷ് എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോ അച്ഛനും അമ്മയൊക്കെ ജോലിക്കാരാണ്. അപ്പൊ ജോലിക്കോ കുഞ്ഞു പിള്ളേരുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിലിരുത്തി കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും കമ്പനി? എന്ത് ചെയ്യുമെന്നറിയോ? കമ്പനി ആ കമ്പനിയിലെ സ്റ്റാഫിന്റെ കുട്ടികളെയൊക്കെ നോക്കാനായിട്ട് ഓർഗനൈസേഷന്റെ അടുത്ത് ആ കമ്പനിയുടെ അകത്ത് ഒരു പ്ലേസ് ഉണ്ട് കുട്ടികളെയൊക്കെ നോക്കാൻ. അപ്പൊ അച്ഛനും അമ്മ വരുമ്പോ കൊച്ചിനെ കൊണ്ട് വരിക, അമ്മ ഇവിടെ ജോലി ചെയ്യുക, കുട്ടിക്ക് ഈ ഒരു നമ്മള് പ്ലേ ക്ലാസ് എന്നൊക്കെ പറയൂലേ, അതുപോലെ കുട്ടികളെയൊക്കെ ഒരു സ്ഥലത്ത് നോക്കിക്കോളും. അങ്ങനെ ആ ഒരു സൗകര്യം ക്രഷ് അതിന് പറയുന്നതാണ് ക്രഷ് എന്ന് പറയുന്നത്. അപ്പൊ ഡേ കെയർ പോലെ അത് തന്നെ. അപ്പൊ ആ കമ്പനിയുടെ സ്റ്റാഫുകളുടെ മക്കളെ നോക്കാൻ, ഓക്കെ, ആ കമ്പനിയുടെ അകത്ത് തന്നെ ചെയ്യുന്ന സർവീസാണ് ഇത്. മാനേജിങ് സർവീസ് ആണ്. അപ്പൊ അതൊക്കെ വെൽഫെയർ, അവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മാനേജിങ് സർവീസസ്,
ക്യാൻറ്റീൻ ക്രഷ് എക്സെട്ര. ഇനി അടുത്ത് നോക്കിയ ഗ്രൂപ്പ് ഡൈനാമിക്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനങ്ങളെയും പെരുമാറ്റങ്ങളെയാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, അതിന്റെ മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ചെയ്യാം. മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. അത് മൂന്നെണ്ണവും വെൽഫെയർ റോളിൽ വരുന്ന. ഒന്ന് നോക്കി, വെൽഫെയർ റോളിൽ വരുന്ന ഏതാണ്? ഓർഗനൈസേഷന്റെ പ്രശ്നങ്ങള്, സ്റ്റാഫിന്റെ പ്രശ്നങ്ങള്, ഇതിലൊക്കെ ഗവേഷണം നടത്തുക. പിന്നെ മാനേജിങ് സർവീസ്, ക്യാൻറ്റീൻ ക്രഷ് പോലുള്ള സർവീസുകള്, പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ വെൽഫെയർ റോളിൽ വരുന്ന. പിന്നെ മൂന്നാമത്തെയാണ് ക്ലറിക്കൽ റോൾ എന്ന് പറയുന്നത്. ക്ലറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓഫീസ് സംബന്ധമായിട്ടുള്ള ജോലി ഉണ്ടെങ്കിൽ ക്ലറിക്കൽ റോൾ ഉണ്ട്. പേഴ്സണൽ മാനേജറിന്റെ പല റോളുകളാ പറഞ്ഞേക്കുന്നേ, പല റോളുകളാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് അടുത്തൊരു റോളാണ് അദ്ദേഹം ചെയ്യേണ്ടത് ക്ലറിക്കൽ റോള്. ക്ലറിക്കൽ എന്താണ്? ഓഫീസ് പരമായിട്ടുള്ള കാര്യങ്ങള്. ടൈം കീപ്പിംഗ് ഒന്നാമത്തെയാണ്. ടൈം കീപ്പിംഗ്, പഞ്ചിങ് ഒക്കെ ഇല്ലേ അവിടെ, നമുക്ക് പഞ്ചിങ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ടൈം കീപ്പിംഗ്, പഞ്ചിങ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ അറ്റൻഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. പിന്നെ അടുത്ത സാലറി ആൻഡ് വേജ് അഡ്മിനിസ്ട്രേഷൻ, ഇൻസെന്റീവ്സ്. പിന്നെ എംപ്ലോയീസിന്റെ സാലറി, വേജ് എന്ന് പറഞ്ഞാൽ കൂലി. ചിലത് സാലറി ആയിരിക്കാം, മന്ത്ലി പേയ്മെന്റ്, ചിലർക്ക് വേജ് ആയിരിക്കാം, കൂലി ആയിരിക്കാം. അപ്പൊ അതൊക്കെ അവർക്ക് വേണ്ട ഇൻസെന്റീവ്സ്, പ്രോത്സാഹനങ്ങള്, ഇതൊക്കെ ബെനിഫിറ്റ്സുകള്, ഇതൊക്കെ കൈകാര്യം ചെയ്യുക. പിന്നെ അടുത്തതാണ് മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡുകൾ, കാര്യങ്ങള് മെയിൻറ്റെയിൻ ചെയ്യുക, അത് മെയിൻ്റെനൻസ് ചെയ്യുക, പരിപാലിക്കുക. ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ്. ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ്, അതായത് മെഷീൻസ് കൈകാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ്. മെഷീൻസ് ഒക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ എന്തെങ്കിലും എന്താണ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഇതിനകത്ത് വരുന്ന ക്ലറിക്കൽ റോളിൽ വരുന്ന. ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ക്ലറിക്കൽ റോളില് വരുന്ന ടൈം കീപ്പിംഗ് ഉണ്ട്, സാലറി, വേജ്, ഇൻസെന്റീവ്സ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു, എല്ലാ റെക്കോർഡുകളും മാനേജ് ചെയ്യുന്നു. ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ്. ലാസ്റ്റത്തെയാണ് ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോള്. തൊഴിൽപരമായിട്ടുള്ള, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിന് അദ്ദേഹത്തിന്റെ റോൾ എന്താ? ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ പരാതികളാണ് കേട്ടോ. അറിയില്ലാത്തവരെന്ത് എഴുതി വെക്കുക. എംപ്ലോയീസിന് പല പരാതികൾ ഉണ്ടാകാം അല്ലെ, ജോലിയുമായി ബന്ധപ്പെട്ട് പല പരാതികൾ ഉണ്ടാക്കാം. അപ്പൊ പരാതികളെ കൈകാര്യം ചെയ്യുക. ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്, പരാതികൾ കൈകാര്യം ചെയ്യുക. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങള് പരിഹരിക്കുക. ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത് തർക്കങ്ങള് പരിഹരിക്കുക. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങള് പരിഹരിക്കുക. ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻ. ഡിസിപ്ലിനറി ആക്ഷൻ, നമ്മള് അച്ചടക്ക നടപടികള് കൈകാര്യം ചെയ്യുക. ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ്, അച്ചടക്ക നടപടികള് കൈകാര്യം ചെയ്യുക. അടുത്ത് നോക്കി കളക്റ്റീവ് ബാർഗെയിനിങ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ കൂട്ടായ വിലപേശൽ. അതായത് തൊഴിലാളികളും അതുപോലെ തന്നെ തൊഴിലാളി യൂണിയനും മാനേജ്മെന്റിനും തമ്മിലുള്ള ആ ചർച്ച, അതാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. സാലറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മാനേജ്മെന്റും ട്രേഡ് യൂണിയൻ, എംപ്ലോയിയുടെ യൂണിയനും തമ്മിൽ അവർ ചർച്ച നടത്തി അതിന് എന്താ പറയാ, അതിനൊരു തീരുമാനത്തിലേക്ക് എത്തിക്കും, കളക്റ്റീവ് ബാർഗെയിനിങ്. അപ്പൊ ഇതൊക്കെ തൊഴിൽപരമായിട്ടുള്ള, നിയമപരമായിട്ടുള്ള റോളിൽ വരുന്ന. ആർക്കിടെയാണ് ഇതെല്ലാം? പേഴ്സണൽ മാനേജറിന്റെ. ഗ്രീവിയൻസ്, പരാതികൾ കൈകാര്യം ചെയ്യണം. എന്തെങ്കിലും തർക്കങ്ങള്, കമ്പനിയിൽ ഉണ്ടാകുന്ന തർക്കങ്ങള് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അച്ചടക്ക നടപടികൾ കൈകാര്യം ചെയ്യണം. കളക്റ്റീവ് ബാർഗെയിനിങ്. ഒന്ന് വായിച്ചു നോക്കിയാൽ ടേബിൾ മൊത്തത്തിലൊന്ന്.
നോക്കിയേ ആ ടേബിൾ ഒന്ന്. അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് പേഴ്സണൽ മാനേജറിന് 4 റോളുകൾ ഉണ്ട്. പേഴ്സണൽ റോൾ ഉണ്ട്, വെൽഫെയർ റോൾ ഉണ്ട്, ക്ലറിക്കൽ റോൾ ഉണ്ട്, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ ഉണ്ട്. അതിൽ ഓരോന്നിലും വരുന്നത് ഏതെന്ന് വെച്ചാൽ ടേബിളിൽ നിന്ന് അത് പഠിച്ചു വെക്കണം കേട്ടോ. ഏതെങ്കിലും തന്നിട്ട് അത് ഏത് റോളിൽ വരുന്നതാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് കുത്തിയിരുന്ന് പഠിക്കാനുള്ളതൊന്നുമില്ല, ഓരോന്ന് നിങ്ങൾ ക്ലിയർ ചെയ്ത് പഠിക്കാം. പേഴ്സണൽ റോൾ എടുക്കുക, ആദ്യം 4 എണ്ണം ഉണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. വെൽഫെയർ റോൾ എടുക്കുക, അതിൽ 3 എണ്ണേ പറഞ്ഞിട്ടുള്ളൂ, അത് നോക്കുക. ക്ലറിക്കൽ റോള്, അത് ഓഫീസ് പരമായിട്ട് സംബന്ധിക്കുന്ന റോളാണ്, അത് നോക്കുക. ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ, നിയമപരമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള റോൾ ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, മാനേജർ മേജർ പേഴ്സണൽ മാനേജ്മെന്റ്. അങ്ങനെയാണല്ലേ ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ. മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. അങ്ങനെയല്ലേ നോക്കിയേ, മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. അങ്ങനെയല്ല പ്രിന്റേണ്ട. അവിടെ മാനേജർ എന്നുള്ളത് ഫസ്റ്റ് ഉണ്ടോ, ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിലുണ്ട്, അത് വേണ്ട. മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ അത്രയും മതി. ആ ഫ്രണ്ടിലുള്ള മാനേജർ അവിടെ വേണ്ട. ഇനി ഓർഗനൈസേഷനില് പ്രധാനപ്പെട്ട മാനേജ്മെന്റ് പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് എങ്ങനെയാണ്, സ്റ്റാഫ് മാനേജ്മെന്റ് പ്രോസസ് എങ്ങനെയാണ് നടത്തുന്നത്. അതില് നമുക്ക് പ്രോസസ്സുകൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒന്നാമത്തെയാണ് ലീഡർഷിപ്പ് പ്രോസസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ, ലീഡർഷിപ്പ് പ്രോസസ്. രണ്ടാമത്തെയാണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. മൂന്നാമത്തെ ടാസ്ക് സ്പെസിഫിക്കേഷൻ പ്രോസസ്. കണ്ട, അതിനുള്ളിൽ കണ്ട ലീഡർഷിപ്പ് പ്രോസസ്, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്, മൂന്നാമത്തെ ടാസ്ക് സ്പെസിഫിക്കേഷൻ പ്രോസസ്. നമ്പർ ഇട്ട് വെച്ചോ, അതാ ഞാൻ അങ്ങനെ പറഞ്ഞേട്ടോ. അടുത്തത് സ്റ്റാഫിംഗ് പ്രോസസ് നാലാമത്തെ. അഞ്ചാമത്തെ പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്. അടുത്തത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. Then compensation and reward process. Then last collective bargaining process. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റാഫ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ. ഒരു ഓർഗനൈസേഷനിലെ സ്റ്റാഫ് മാനേജ്മെന്റ് പ്രോസസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ലീഡർഷിപ്പ് പ്രോസസ്. ലീഡർഷിപ്പ് പ്രോസസ് നേതൃത്വം. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നേതൃത്വം. ഈ ലീഡർഷിപ്പ് പ്രോസസ്സിൽ എന്താ വരുന്നേ? ഇൻവോൾവ്സ് ഇൻ influencing the individual and group behavior towards the achievement of the organization goals. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണോ ഒരു ഓർഗനൈസേഷൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് നേടുന്നതിന് വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ടും ഗ്രൂപ്പായിട്ടും എംപ്ലോയിനെ അതിനു വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുക. അതാണ് ലീഡർഷിപ്പ് പ്രോസസ്സിൽ വരുന്നത്. അതായത് ഒരു സ്ഥാപനം അതിന്റെ ലക്ഷ്യം എന്താണ്? ഒരു സ്ഥാപനം എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് നേടിയെടുക്കാനായിട്ട് വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടും എംപ്ലോയിനെ അവിടുത്തെ തൊഴിലാളികളെ അതിനു വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക. അതാണ് ലീഡർഷിപ്പ് പ്രോസസ്സിൽ വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ അവിടെ തരാം. അതായത് ഇങ്ങനെ ചോദിക്കാം അവിടെ, which major personal management process involves individual and group behavior? ഏത് പ്രോസസ്സാ? ലീഡർഷിപ്പ് പ്രോസസ്. അങ്ങനെ മനസ്സിലാക്കണം നമ്മള് ഏതിൽ വരുന്നതാണ് കേട്ടോ. which major personal management process involves influencing the individual and group behavior? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിനു വേണ്ടി ഞാൻ പറഞ്ഞത്. ഇൻഫ്ലുവൻസിങ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത് ഏത് പ്രോസസ്സിൽ വരുന്ന, ഏത് പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിൽ വരുന്ന? ലീഡർഷിപ്പ് പ്രോസസ്സിൽ. മനസ്സിലായി അതെങ്ങനെയാ ക്വസ്റ്റ്യൻ വന്നേന്നുള്ളത്? അതില് ഇൻഫ്ലുവൻസിങ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ അത് ഇൻവോൾവ് ചെയ്യുന്നത് ഏതാ? ലീഡർഷിപ്പ് പ്രോസസ്സിൽ. അപ്പൊ ഏത് മാനേജ്മെന്റ് പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ആണ് എന്ന് ചോദിക്കാം കേട്ടോ.
രണ്ടാമത്തെയാണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ, ജസ്റ്റിസ് പറഞ്ഞ എന്താ? ജസ്റ്റിസ് നീതി അല്ലെ, നീതി. ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ വർക്ക്. അവിടെ എന്താ പറയുന്നത്? ഈക്വൽ ട്രീറ്റ്മെന്റ്, എല്ലാവരെയും ഒരു കമ്പനിയിൽ ഇപ്പൊ 100 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 100 പേരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. ആൻഡ് ഫെയർ കോമ്പൻസേഷൻ, ന്യായമായിട്ടുള്ള വേതനം കൊടുക്കണം. അവർക്കടെ കൂലിക്ക്, അവര് ചെയ്യുന്ന ജോലി അതിന് കൂലി ന്യായമായിട്ടുള്ളതായിരിക്കണം. ഓക്കെ, അതാണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്സിൽ വരുന്നത്. ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക്. ജോലിക്കായിട്ട് ന്യായമായിട്ടുള്ള കോമ്പൻസേഷൻ നൽകണം. ഓക്കെ, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്സിൽ വരുന്ന എല്ലാവരെയും തുല്യമായിട്ട് ട്രീറ്റ് ചെയ്യണം. പിന്നെ അവർക്ക് വർക്കിന് വേണ്ടിയിട്ട് ന്യായമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. അടുത്തതാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് consist in division of the total task into individual jobs. ഇവിടെ എന്താണ് എന്ത് ചെയ്യുന്നു? ടോട്ടൽ ടാസ്കിനെ പല ഇതായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ടാസ്ക് സ്പെസിഫിക്കേഷൻ പ്രോസസ്. അതിൽ ഉൾപ്പെടുന്നത് എന്താണ്? മൊത്തത്തിലുള്ള ടാസ്ക് അതിനെ പല വിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആയോ? അത് 3 നോക്കിയേ. ഒന്നാമത്തേല് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാൻ അവിടുത്തെ ഇൻഡിവിജ്വലിന്റെ ഗ്രൂപ്പ്സ് ബിഹേവിയറിനെ സ്വാധീനിക്കുക. അതെന്താണ്? ലീഡർഷിപ്പ്. അതിനെ ലീഡ് ചെയ്യുക, സ്വാധീനിക്കുക. പിന്നെ അതുപോലെ തന്നെ എല്ലാവരോടും ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, എല്ലാവരും ഒരുപോലെ പരിഗണിക്കുക, ന്യായമായിട്ടുള്ള കോമ്പൻസേഷൻ അവർക്ക് വർക്കിന് കൊടുക്കുക. അതാണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെയാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. എന്താണ് പറഞ്ഞേക്കുന്നത്? ആ ടോട്ടൽ ടാസ്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. കൺസിസ്റ്റ് ഇൻ ഡിവിഷൻ ഓഫ് ദ ടോട്ടൽ ടാസ്ക് ഇൻ ടു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ്. ഓരോ ഗ്രൂപ്പായിട്ട് മൊത്തത്തിലുള്ള ടാസ്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയില്ലേ 3? ഓക്കെ, ഇനി അവിടുത്തത് സ്റ്റാഫിംഗ് പ്രോസസ്. സ്റ്റാഫിംഗ് പ്രോസസ് അവിടെ എന്താ നോക്കിയേ? ഇൻവോൾവ്സ് മാൻ പവർ പ്ലാനിംഗ്, developing source of recruitment, assessment of applicants, employment decision, induction and orientation, transfer, promotion and demotion. ഇവിടെ കുറച്ച് വേർഡ്സ് വരുന്നുണ്ട്. എന്താണ് സ്റ്റാഫിംഗ്? സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നത്? മാൻ പവർ പ്ലാൻ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാൻ പവറിനെ ആസൂത്രണം ചെയ്യുക. ഈ ചാപ്റ്റർ കുറച്ച് പാടാണ്, എനിക്കറിയാം. ഈ ചാപ്റ്റർ കുറച്ച് പാട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നത്. നിങ്ങൾ ആ ഏരിയനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. മനസ്സിലായോ? ആ ടേബിൾ എന്തായാലും പഠിക്കണം. ആ ടേബിൾ നിങ്ങൾ പഠിക്കണം. അതിന് ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പിന്നെ പേഴ്സണൽ ഇപ്പൊ നിങ്ങൾ പഠിച്ച ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾ അങ്ങനെ ഇപ്പൊ ഓക്കെ, അവിടെ നമ്മൾ 3 പറഞ്ഞു. ലീഡർഷിപ്പ്, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ, ടാസ്ക് സ്പെസിഫിക്കേഷൻ പ്രോസസ്. 3 അവിടെ നിൽക്കട്ടെ കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾ ഇന്നെടുത്തതൊന്ന് ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആ ഒരു ഡേറ്റിലേക്ക് വന്നിട്ടില്ല. അതായത് നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് കടന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റമാണ്. അതായത് ഡിസ്ചാർജ് നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതല്ലേ നമ്മൾ ആദ്യം എടുത്തത്? ഡിസ്ചാർജ് പ്രോസസ് തന്നെയല്ലേ നിങ്ങൾക്ക് എടുത്തത്? അല്ലേ? അതെ, അത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെറിയ ചാപ്റ്ററാണ്, ഹോസ്പിറ്റൽ തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ മാറി പുറത്തേക്ക് പോരുകയാണ്. ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനിയിലേക്ക് നമ്മൾ പോരുകയാണ്. അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിനെ, മനുഷ്യരെ എങ്ങനെ മാനേജ് ചെയ്യാം, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ ഒരു 3-4 പേജേ ഉള്ളൂ ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതിനാണ് ഞാൻ നിങ്ങൾക്ക് ഈസി ആക്കുന്ന രീതിയിൽ പറഞ്ഞത്. അവിടെ പേഴ്സണൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ആ ടേബിൾ നിങ്ങൾ പഠിക്കണം. കണ്ടോ? ആ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചിട്ട് അതിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്വസ്റ്റ്യനും പറഞ്ഞു തന്നു. എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് ഏതിൽ വരുന്നതാണെന്ന്.
കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ തന്നെയാന്ന് പറഞ്ഞു. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇവിടെ എന്താണ് ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ ഡെഫിനിഷൻസ് ആണ്. ആ 3 ഡെഫിനിഷൻ അവിടെ കൊടുത്തേണ്ട്. അത് 3 ബൈഹാർട്ട് ചെയ്യേണ്ട. അവിടെ ഡാഷ് ഇട്ട് ചോദിച്ചാൽ എന്താണ് ആ പേഴ്സണൽ മാനേജ്മെന്റ് ആണെന്ന് നമ്മൾ എഴുതിക്കൊള്ളണം. അത് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ആ ഡെഫിനിഷൻ ഒന്ന് നോക്കിയിട്ട് അത് ആര് പറഞ്ഞതാണ്? 2 ഇതാണ്. എഡ്വിൻ ഫ്ലിപ്പോയിന്റ് ഉണ്ട് ഒരു ഡെഫിനിഷൻ, രണ്ടാമത്തെ സ്റ്റീഫൻ ഡണ്ണിങ് ഉണ്ട്. അത് രണ്ടും ആര് പറഞ്ഞതാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അവിടെ 3 കാര്യങ്ങൾ പറഞ്ഞത് അട്രാക്റ്റീവ് പീപ്പിൾ, ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ്, അവർ നിലനിർത്തുക, മോട്ടിവേറ്റ് ചെയ്യുക. ആ 3 കാര്യങ്ങളാണ് എന്താണ് ഒരു നല്ലൊരു പേഴ്സണൽ മാനേജ്മെന്റിൽ വന്ന 3 കാര്യങ്ങൾ. അത് നോട്ട് ചെയ്തില്ലേ നിങ്ങള്? അട്രാക്റ്റിംഗ്, ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ്, മോട്ടിവേറ്റിംഗ്. ആ 3 കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്താൽ മതി. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് കാണാതെ പഠിക്കണ്ട. പേഴ്സണൽ മാനേജറിന്റെ ക്വാളിറ്റീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അഥവാ ചോദിക്കുകയാണെങ്കിലും ഇഷ്ടംപോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇനി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലേക്ക് നിങ്ങൾ ഒരുപാട് നോക്കണ്ട. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതി. അഥവാ എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെന്നൊക്കെ ചോദിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഈ ടേബിൾ പഠിക്കണം. അത് എക്സാമിന് ഇതിന്ന് ഒരെണ്ണം ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്. മനസ്സിലായോ? പേഴ്സണൽ മാനേജറിന്റെ 4 റോളുകളാ പറഞ്ഞത്. പേഴ്സണൽ റോളിൽ വരുന്നത് ഏത്, വെൽഫെയർ റോളിൽ വരുന്നത് ഏത്, ക്ലറിക്കൽ റോളിൽ വരുന്നത് ഏത്, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളിൽ വരുന്നത് ഏത്. ആ ടേബിൾ പഠിക്കണം എന്തായാലും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ആണ് അവിടെ പറഞ്ഞത്. എന്തൊക്കെ പ്രോസസ്സാ ഉള്ളത്? ഒന്നാമത്തെ ലീഡർഷിപ്പ്. എല്ലാത്തിനെയും അവരുടെ ഇൻഡിവിജ്വലിന്റെ ഗ്രൂപ്പ് ബിഹേവിയറിനെയൊക്കെ സ്വാധീനിക്കുന്നത് ഉൾപ്പെടുന്നതാണ് ലീഡർഷിപ്പ്. അത് പിന്നെ അടുത്താണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ അതായത് എന്താ? എല്ലാവരോടും ഈക്വൽ ആയിട്ട് പരിഗണിക്കുക, എല്ലാവർക്കും ന്യായമായിട്ടുള്ള വേതനം കൊടുക്കുക. പിന്നെ അടുത്തതാണ് 3ാമത്തെ ടാസ്ക് സ്പെസിഫിക്കേഷൻ. എന്താ? അവർക്കുള്ള ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. 3 ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അന്നൊന്നും എടുക്കുന്നത് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇച്ചിരി ബുദ്ധിമുട്ടാവുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? എന്തായാലും വായിക്കണം. എളുപ്പമായത് വായിച്ചില്ലെങ്കിലും ബുദ്ധിമുട്ടുള്ളത് വായിക്കുക. ഇന്ന് തരുന്ന മോക്ക് ടെസ്റ്റ് നാളത്തേക്ക് കിട്ടും. അതും നിങ്ങൾ നോക്കുക കേട്ടോ. ഇപ്പൊ മൊഡ്യൂൾ എക്സാമിനൊക്കെ ആണെങ്കിലും മോക്ക് ടെസ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയൊക്കെയാ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ആ മോക്ക് ടെസ്റ്റുകളൊക്കെ മിസ് ഇങ്ങനെ പറഞ്ഞപ്പോ ഓക്കെ ആണ്. അത് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ അവിടെ ഒരുപാട് വലിയ ചാപ്റ്റർ, ഇത് ഫുൾ ഇരുന്നത് ബൈഹാർട്ട് ചെയ്യണ്ട. നിങ്ങൾക്ക് എളുപ്പത്തിന് ഞാൻ ആക്കി തരുന്നയാ. പിന്നെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റ് പഠിക്കാം. 7 ക്ലാസ് കൊണ്ട് എന്തായാലും തീർക്കാൻ പറ്റുള്ളൂ. ഇത്രയും ബാച്ചുകളിലും 7 ക്ലാസ് വേണ്ടി വന്നു ഈ ചാപ്റ്റർ തീർക്കാൻ. അപ്പൊ അതിനനുസരിച്ച് 7 × 5 35 ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടി. അത് എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 6 ക്വസ്റ്റ്യന് അതിൽ നിന്ന് എന്തായാലും നമുക്ക് ചെയ്തത് വരുമല്ലോ. അപ്പൊ ആ രീതിയിൽ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. ഓക്കെ കേട്ടോ. ബാക്കി നമുക്ക് നാളെ നോക്കാം. ഓക്കെ, താങ്ക് യു.